ഈ കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റും? ആക്ച്വലി കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു സ്പെക്ട്രാണ്, വലിയൊരു കാരണം കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ലീക്ക് മുതൽ ക്രിയാറ്റിൻ കൂടി ഡയാലിസിസ് മാറ്റിവെക്കുന്ന ലെവൽ വരെ പല ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം തന്നെ ക്രിയാറ്റിൻ നോർമലായിട്ട് പ്രോട്ടീൻ ലീക്ക് പോകുന്ന ഒരാളുടെ പറയുകയാണെങ്കിൽ, പ്രോട്ടീൻ ലീക്ക് വെൽ കൺട്രോൾഡ് ആയിട്ട് നമ്മൾ ചില മെഡിക്കേഷൻസ് ഒന്നും കഴിക്കാതെ സ്റ്റേബിളായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രഗ്നൻ്റ് ആവാൻ പറ്റുള്ളൂ. അതിൽ പ്രഗ്നൻ്റ് ആവാം, പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ പ്രോട്ടീൻ ലീക്ക് കൂടും. പ്രഗ്നൻസി 9 മന്ത് അഫെയർ ആവുകൊണ്ട് 9 മന്ത്സിൽ ഇതെങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സോ ഫൈനൽ റിസൾട്ട് പേഷ്യൻറ്റിനൊന്നും പറ്റരുത്, പേഷ്യൻ്റെ കിഡ്നിക്കൊന്നും പറ്റരുത്, കുട്ടിക്കൊന്നും പറ്റരുത്. 3 കാര്യങ്ങൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. സോ ഷുഡ് ബി വെരി കെയർഫുൾ. അതെന്ന് വെച്ചാൽ കൺസീവ് ചെയ്യുമ്പോൾ ഏത് പ്രോട്ടീനൂറിയ ഇപ്പോൾ റീനൽ ഡിസ്ഫങ്ഷനുള്ള ഒരാൾ കൺസീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. പ്രഗ്നൻസിയിൽ കിഡ്നി കൈകാര്യം ചെയ്യുന്ന വോളിയം വളരെ കൂടുതലാണ് സാധാരണ നോർമൽ ആളെക്കാട്ടും. നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരാൾ ജോലി ചെയ്യുന്നതിന് പകരം 3 പേര് ജോലി ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും തളരെന്ന് പറയുന്ന മാതിരി തന്നെ പ്രോട്ടീൻ ലീക്ക് എന്തായാലും പ്രഗ്നൻസിയിൽ കൂടും. ക്രിയാറ്റിൻ കൂടാനുള്ള സാധ്യത ഉണ്ട്, ഓൾമോസ്റ്റ് 30-35% ഉണ്ട്. അപ്പോൾ ഒരു തരത്തിൽ സാധാരണ പ്രോട്ടീൻ ലീക്ക് ഉണ്ട്, ക്രിയാറ്റിൻ കൂടിയ ഒരാൾ പ്രഗ്നൻസിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഓൾവേസ് റെഡ് കാർഡാണ്, റെഡ് സിഗ്നലാണ്. ഇറ്റ്സ് എ ഹൈ റിസ്ക്. കാരണം അവർക്ക് പ്രീ ടേം ലേബർ, പെട്ടെന്ന് മുമ്പ് ലേബർ വരാം, കുട്ടീൻ്റെ വെയിറ്റ് കുറയാം, കുട്ടിയുടെ ശ്വാസകോശം വികസിക്കണമെന്നില്ല, പിന്നെ ഈ അമ്മയുടെ പ്രഷർ ഭയങ്കരമായിട്ട് കൂടാം, പിന്നെ പെട്ടെന്ന് അമ്മയ്ക്ക് ബ്ലീഡിങ് വന്ന് ക്രിയാറ്റിൻ കൂടുന്ന സിനാരിയോ വരാം. ഇപ്പോൾ ടോട്ടൽ നമ്മളൊരു വളരെ സങ്കടകരമായ രീതിയിൽ അത് അവസാനിക്കാം. അതൊരു ഹൈ പെർസെൻറ്റേജ്. സോ നമ്മളതൊരു ഭയങ്കര ഒരു തരത്തിലും നമ്മൾ യെസ് എന്ന് പറയുന്ന കാറ്റഗറി. പിന്നെ നമ്മൾ ഡയാലിസിസ് പോപ്പുലേഷനിൽ നേരെ തിരിച്ചാണ്. കാരണം വെച്ചാൽ അവർ കൺസീവ് ചെയ്യാൻ, അതായത് ഗർഭിണിയാവാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം വെച്ചാൽ ഹോർമോണൽ വ്യത്യാസം കൊണ്ട് അവർക്ക് കൺസീവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അഥവാ അവർ കൺസീവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡയാലിസിസിൻ്റെ വോളിയം നല്ലോണം കൂടും. സാധാരണ നമ്മൾ 12 മണിക്കൂർ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് 20 മണിക്കൂർ ഡയാലിസിസ് ആഴ്ചയിൽ വേണ്ടി വരും. ആഴ്ചയിൽ 3 ഡയാലിസിന് വരും, 5 ഡയാലിസിനെങ്കിലും വേണ്ടി വരും. പിന്നെ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ 2 മുതൽ 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ട്രാൻസ്പ്ലാന്റിൽ ഈ പ്രഗ്നൻസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ കുഴപ്പമുള്ള മരുന്നുകൾ, അതായത് റിജക്ഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നിർത്തി, അവർക്ക് റിജക്ഷൻ ഇല്ല, അവർക്ക് വേറെ അസുഖങ്ങളൊന്നും വരുന്നില്ല ഉറപ്പുവരുത്തി, പ്രോട്ടീൻ ലീക്ക് ഇല്ല, ക്രിയാറ്റിൻ സ്റ്റേബിളാണ്, ഇത്രയും നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, കൺസീവ് ചെയ്യാൻ. പ്ലാൻഡ് പ്രഗ്നൻസി മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റിൽ പറ്റുള്ളൂ. കാരണം ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും കുട്ടികളിൽ. അപ്പോൾ ഇഷ്ടംമാതിരി ആൾക്കാർ 4-5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് കൺസീവ് ചെയ്ത് കുട്ടികളായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. കാരണം ഈ മരുന്നുകളുടെയൊക്കെ അളവ് പ്രഗ്നൻസിയിൽ ഭയങ്കരമായിട്ട് വേരി ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ സാധ്യമാണ്, പക്ഷെ വളരെ പ്ലാൻഡായി ഡോക്ടറും ആ പേഷ്യൻറ്റും ഫാമിലിയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടേ നമുക്ക് പ്രഗ്നൻസി ആൻഡ് റീനൽ ഡിസീസ് എന്ന് പറയുന്നത് സാധാരണത്തെക്കാട്ടും കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ റീനൽ ബയോപ്സി അല്ലെങ്കിൽ കിഡ്നി ബയോപ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണോ, അതോ നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ റീനൽ ബയോപ്സി എടുക്കും. കോമൺലി നമ്മൾ ഒ പിയിൽ കാണുന്ന പേഷ്യൻസ് നമ്മൾ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എയ്തർ ആസ് എ ഡേ കെയർ ഓർ അഡ്മിറ്റ് ആക്കിയിട്ട് ഒരു ദിവസം നിർത്തിയിട്ട് വിടുന്ന രീതിയിൽ. ഇപ്പോൾ ഡേ കെയർ ആയിട്ട് ചെയ്യുന്ന പേഷ്യൻസ് ആരാണെന്ന് ചോദിച്ചാൽ നോർമൽ കിഡ്നി ഫങ്ഷൻസ് നോർമൽ, കിഡ്നി സൈസ് നോർമലാണ്, വേറെ കോമോർബിഡീസോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ മെജോറിറ്റി ഓഫ് ദി പേഷ്യൻസ് ഡേ കെയർ ആയിട്ട് ചെയ്ത് വിടലാണ്. മോർണിംഗ് ചെയ്യും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വിടും. അപ്പോൾ അവർ അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ചിലവ് കുറയ്ക്കാൻ പറ്റും, രണ്ടാമത്തെ ഹോസ്പിറ്റൽ സ്റ്റേ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് ഇഷ്യൂസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഹൈ റിസ്ക് ബയോപ്സീസ് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് കിഡ്നി സൈസസ് അങ്ങനെ നോർമൽ അല്ലാത്ത കിഡ്നി സൈസ്, അല്ലെങ്കിൽ ഷ്രങ്കൺ കിഡ്നീസ്, അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻസ്, അങ്ങനെ ആകുമ്പോൾ അധികം അവർ അഡ്മിറ്റഡ് ആയിരിക്കും. വേറെ കാരണങ്ങളും വേറെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവർ അഡ്മിറ്റഡ് ആയിരിക്കും. അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ യൂഷ്വലി ഇൻ പേഷ്യൻ്റ് ആയിട്ടാണ് ചെയ്യുക. കോമൺലി നമ്മൾ ഒ പിയിൽ കാണുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ് പ്രോട്ടീൻ ലീക്ക് മാത്രമേ ഉള്ളൂ, കിഡ്നി ഫംഗ്ഷൻസ് നോർമലാണ്, അൾട്രാസൗണ്ടിൽ കിഡ്നി സൈസ് നോർമലാണ്, നമ്മൾ യൂഷ്വലി ഡേ കെയർ ആയിട്ടാണ് റീനൽ ബയോപ്സി ചെയ്ത് വിടാറ്. റീനൽ ബയോപ്സി കിഡ്നി ക്യാൻസർ കണ്ടുപിടിക്കാനല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കേട്ടോ. ഭയങ്കര ഫോൾസ് കൺസെപ്റ്റ് ആണ്. ബയോപ്സി എന്ന് പറഞ്ഞാൽ സാർ എല്ലാം കഴിഞ്ഞോ, ക്യാൻസർ അല്ലേ ബയോപ്സി എന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ബയോപ്സി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് സ്ഥലം വിടും ചെയ്യും.